അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തന്നെ വളരെ സെൻസിറ്റീവ് ആയ കുട്ടികളെ കുറിച്ചാണ്. ആരാണ്? അഡോളസൻസ്. ഏജ് ഏകദേശം ടീനേജ് അല്ലെ, മെയിൻ ആയിട്ട് ടീൻസുകാര്, അവരാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റിൽ വരുന്നത്. അപ്പൊ ഈ ടീനേജിന്റെ അല്ലെങ്കിൽ അഡോളസെന്റിന്റെ പ്രത്യേകത എന്താ? അവര് ഏത് ഏജ് കഴിഞ്ഞിട്ടാ വരുന്നത്? ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് പോകുന്നതോ ഒരു കുറച്ച് മെച്യൂർ ആയത് അല്ലെ. ഈ രണ്ട് ഗ്യാപ്പ് അല്ലേ വരുന്നത്. അപ്പൊ അവർക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഫിസിക്കലായിട്ട് അത് അവരറിയുന്നില്ല, മെന്റലായിട്ട് അതും അവരറിയില്ല. അപ്പൊ അവരേ ഒരു കൺഫ്യൂഷനില് അല്ലെ. അതിന്റെ ഇടയ്ക്ക് നമ്മളും ജോറായി, അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത്. ആക്ച്വലി ഇത് പാരന്റ്സിന്റെ സ്ഥിതിയും സെയിം ആണ്. അപ്പൊ എവിടെയോ എന്തോ ലാക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് ശരിക്കും അവിടെ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പാരന്റ്സിനും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്താണത്? അവയർനെസ്, ബോധവൽക്കരണം അല്ലെ. കാരണം ഈ ട്രയാഡ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഏത്? പാരന്റ്, ടീച്ചർ, ദെൻ ചൈൽഡ്. അങ്ങനെയാണ് ഇതിൽ പോകുന്നത്. കാരണം കുട്ടികൾ ഒരുപാട് സമയം നമ്മളെ കൂടെ ടീച്ചേഴ്സിന്റെ കൂടെ അല്ലേ സ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ ബാക്കി കുറച്ച് സമയത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അത് പാരന്റിനും അറിയാം, അതേപോലെ ടീച്ചേഴ്സിനും അറിയാം. ഓക്കെ. അപ്പൊ ഒരു കുട്ടിയെ മൊഡ്യൂൾ ചെയ്യുന്നതിൽ ആർക്ക് പങ്കുണ്ട്? ടീച്ചേഴ്സിന് പങ്കുണ്ട്, അതേപോലെ പാരന്റ്സിനും പങ്കുണ്ട്. എന്നാലും ഒറിജിൻ നമ്മൾ എപ്പോഴും പറയല്ലേ അതാണ് പാരന്റ്സ് ആണ്. അപ്പൊ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്കൂളിംഗിൽ വരുമ്പോ ടീച്ചേഴ്സാണ്. അപ്പോ നമ്മുടെ ഈ ഒരു ടീനേജില് ഡെവലപ്പ് ചെയ്യുന്ന, അതായത് മുന്നേ ഇല്ലാത്ത, അതായത് കുട്ടിക്കാലത്ത് ഇല്ലാത്ത ഒരു കാര്യം ഡെവലപ്പ് ചെയ്യും ഈ ടീനേജില്. അതാണ് സെൻസ് ഓഫ് സെൽഫ്, ഞാൻ എന്ന ബോധം. അതൊക്കെ കുഞ്ഞതായിട്ട് ഡെവലപ്പ് ചെയ്യും. എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങും. പക്ഷെ സെൻസ് ഓഫ് സെൽഫ് എന്ന് പറഞ്ഞ ഞാൻ എന്ന ബോധം, എനിക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ്, ഒരു ഏജ്, അതേപോലെ എനിക്കൊരു ഐഡന്റിറ്റി. കണ്ടിട്ടില്ലേ കുട്ടികള് എന്തും ചെയ്യാൻ പഠിക്കൂല അല്ലെ, ടീനേജ് കുട്ടികള്. അതെന്താ കാര്യം? ഞാൻ എന്ന ബോധം, എനിക്ക് എന്ത് മലർത്താൻ പറ്റും എന്ന ബോധം. പക്ഷെ ഒന്നിനും ലൈസൻസ് ഇല്ല അല്ലെ, ഒന്നും കൊടുക്കാൻ പറ്റൂല. കാരണം അവര് എന്തും ചെയ്യും. അതുകൊണ്ടാണ് ലൈസൻസ് വരെ 18 താത്തി പറ്റിയ ഒന്ന് 20 ആക്കാൻ പറ്റിയ അത്രയും നല്ലേ. പക്ഷെ അതിന് നിൽക്കോ കുട്ടികള്? ഇല്ല. കാരണം എന്താ? ഐ ക്യാൻ ഡു എന്നുള്ള ഇത്. അപ്പൊ ഈ ഒരു സെൻസ് ഓഫ് സെൽഫ് എന്ന ഈ ഒരു കാര്യത്തിന് നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ടീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യുന്നത്, ഇതിനനുസരിച്ചിരിക്കും കുട്ടികള് ബിഹേവ് ചെയ്യുക. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവര് സ്കില്ലും ടാലൻസും അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് വാല്യൂസിൽ, നമ്മുടെ വാല്യൂസ് ഉണ്ടല്ലോ, മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ വാല്യൂ ചെയ്യും. കാരണം എന്താ? സൊസൈറ്റി അവരെ വാല്യൂ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അവരെന്താ, കമ്പാരിറ്റീവ്ലി അവര് ഇമോഷണലി ബാലൻസ്ഡ് അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ കുട്ടികളായി വരും. ഗോട്ട് ഇറ്റ്? അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ സെൻസ് ഓഫ് സെൽഫിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ അവരെ നെഗ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഡിസ്മോട്ടിവേറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരതിൽ ആഗതിയിലാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന സംഗതി കൺഫ്യൂഷൻ. എന്താണ് കൺഫ്യൂഷൻ? എന്തൊക്കെ കൺഫ്യൂഷൻ? എന്താ കുട്ടികൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഡെവലപ്പ് ചെയ്യുമ്പോൾ? സെൽഫിലുള്ള കൺഫ്യൂഷന്. അല്ലെ, എന്താ ഇവിടെ നടക്കുന്നത്? അല്ലെ, എന്താ ആക്ച്വലി നടന്നത്? എനിക്കെന്താ സംഭവിക്കുന്നത്? അല്ലെ, കാരണം അവരൊന്നും അറിയുന്നില്ല. പിന്നെ കൺഫ്യൂഷൻ ഓഫ് ദി ഫ്യൂച്ചർ. ഇത് രണ്ടും നടക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന കുട്ടികൾ ഇമോഷണലി ഇംബാലൻസ്ഡ് ആയിരിക്കും. ഈ ഇമോഷണൽ ഇംബാലൻസിൽ 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അനുസരിച്ചിരിക്കും. വേറെ ആൾക്കാർ അഗ്രസീവായി വരും, എന്ന് വെച്ചാൽ അഡിക്ഷനിലോട്ട് പോകും. ഗോട്ട് ഇറ്റ്? അപ്പോ ഈ രണ്ടും സംഭവിക്കുന്നത് ഇമോഷണലി ഇംബാലൻസ് സംഭവിക്കുന്നതിലാണ്. അതും ഓരോ കുട്ടികൾ അനുസരിച്ചിരിക്കും. നമ്മൾ കാണുന്ന ADHD പോലുള്ള കുട്ടികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ, ADHD. അവരെന്ന് പറഞ്ഞ സാധാരണ ആൾക്കാരെക്കാൾ നല്ല എനർജി ഉള്ള കുട്ടികളാണ്.
ഓക്കെ, നല്ല എനർജി ഉള്ള കുട്ടികളാണ്, നല്ല കഴിവുള്ളവരാണ്. അത് ലോകത്ത് തന്നെ ഒരുപാട് വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളാണ്. പക്ഷെ അവരെ ഗൈഡ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ അവരേത് ഗുണ്ടകളായി മാറാം. ഓക്കെ, അതാണ് പറയുന്നത്, അവരെ ഗൈഡ് ചെയ്യേണ്ട രീതി, അവരെ എങ്ങനെ അംഗീകരിക്കണം എന്നുള്ളത് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് അവയർനെസ് വേണം. ടീച്ചേഴ്സായ നമുക്കും പാരന്റ്സ് ആയ അവർക്കും കിട്ടിയാലല്ലേ നമുക്ക് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും, അല്ലെ? ഇഫ് ദേ ആർ ഡൂയിങ് എനിത്തിങ് റോങ്, അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ അവെയർ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് അവയർനെസിന്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്ക് മേലെ ഉള്ളതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാലേ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഇമോഷണലി ഇംബാലൻസ്ഡ് ആയ കുട്ടികളാണ് മെജോറിറ്റി ആൾക്കാരെയും നമ്മൾ കാണുന്നത്, അല്ലെ? ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ടാണ്? വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ഹേർട്സ് ആണ് വരുന്നത്, ഗിൽറ്റ് ആണ് വരുന്നത്, വെറും കുറ്റങ്ങൾ മാത്രമാണ് വരുന്നത്, എവിടേക്കോ പ്രശ്നങ്ങൾ വരുന്നു, അതേറ്റാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവിടെ കൈ കാണിച്ച് ഇവിടെ ക്ലാസ് അറ്റൻഡീവ് ആവുന്ന ലേസിനെസ് കാണിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല, അല്ലെ? ഈ ഡിപ്പെൻഡ്. അപ്പൊ ഈ അവയർനെസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വേറെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ബോത്തായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബൗണ്ടറീസിനെ കുറിച്ച് പറയാം. ബൗണ്ടറീസിനെ കുറിച്ച് പറയാന്ന് പറയുമ്പോൾ 2 തരം ബൗണ്ടറീസ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബൗണ്ടറീസ് ആൻഡ് ഇമോഷണൽ ബൗണ്ടറീസ്. ഈ 2 കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ മിക്ക